നിന്റെ ജോലിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? ഞാനിന്ന് ഷോപ്പിൽ നിന്ന് കുറച്ച് നേരത്തെ വന്നു. എന്താ ഇപ്പൊ ഗൗരവം? പ്രമാണത്തിന്റെ കാര്യം അമ്മയും മാമനും ഇവളോട് പറഞ്ഞു കാണും. ഇതെന്താണെന്ന് കഴിക്കാനൊക്കെ? ഇതേ നോക്കിയേ, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാ ഒരു ചുരിദാർ. ഇഷ്ടപ്പെട്ടോ? നോക്കിയേ. എനിക്ക് ഡ്രസ് വാങ്ങണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്നാലും ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. നിന്റെ ജോലി കഴിഞ്ഞെങ്കിൽ നീ ഇതൊന്ന് ഇട്ട് കാണി. അല്ലെങ്കിൽ വേണ്ട, നമ്മളിന്ന് ഒരു മുറിയിലാണല്ലോ. ഞാനിത് മുറിയിൽ കൊണ്ടുപോയി വെച്ചേക്കാം. എനിക്ക് നിങ്ങളുടെ കൊഞ്ചല് കേൾക്കാനൊന്നും താല്പര്യമില്ല. ഈ വീടിന്റെ പ്രമാണം നിങ്ങൾ എന്ന് തിരിച്ചെടുക്കുന്നു മാത്രം അറിഞ്ഞാ മതി. അപ്പോ അത് തന്നെയായിരുന്നു നിന്റെ ഈ പ്രശ്നം. എന്നോട് സിറ്റൗട്ടിൽ വെച്ച് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്നെ എന്റെ ഭാര്യയുടെ മുമ്പിൽ കള്ളനാക്കിയപ്പം നിങ്ങൾക്ക് സന്തോഷമായല്ലോ അല്ലേ? ഞങ്ങൾ ചീരനോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിന്നോട്? അമ്മ എന്നോട് മറച്ചു വെച്ചത് കൊണ്ട് അമ്മയുടെ മോൻ ചെയ്ത കള്ളം അല്ലാതാവില്ലല്ലോ. തെറ്റ് ചെയ്തവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. എങ്കിലേ അവർ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കും.